കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. തമനം സ്വദേശി മനീഷാണ് കൊല്ലപ്പെട്ടത്. കുത്തേറ്റ മറ്റൊരാൾ ചികിത്സയിലാണ്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിനീത വിജി ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഇതെന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? വിനീത, കേൾക്കാമോ? പറയൂ. ഗോപി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാവുന്നത്. ഈ നാലംഗ സംഘങ്ങൾ തമ്മിൽ രാത്രി 8:30യോടുകൂടി തർക്കമുണ്ടാകുന്നു. ഈ നാലംഗ സംഘങ്ങൾ തമ്മിൽ രാത്രി 8:30യോടുകൂടി തർക്കമുണ്ടാകുന്നു. വാഹനം വട്ടം വെച്ചത് സംബന്ധിച്ചാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുന്നത്. ഇത് ചോദ്യം ചെയ്യാനായി പിന്നീട് ഈ കൊല്ലപ്പെട്ട മനീഷും ഒപ്പം തന്നെ ഇപ്പോൾ കുത്തേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന അജിത്തും ഈ പ്രതികളുടെ വീട്ടിലേക്ക് എത്തി. ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഈ പ്രതികളിൽ ഒരാളായ ജിതേഷിന്റെ വീട്ടിന്റെ വാതിൽ തല്ലിപ്പൊളിച്ചവർ അകത്തേക്ക് കയറിയത് ചോദ്യം ചെയ്തുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിലാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ജിതേഷ് മനീഷിനെ കുത്തി കൊലപ്പെടുത്തിയത്. ഒപ്പം തന്നെ അജിത്തിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അജിത്ത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഈ രണ്ട് പ്രതികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പാലാരിവട്ടം പോലീസാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. ജിതേഷ് ഒപ്പം തന്നെ ആഷിഖ് എന്നിങ്ങനെ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ആദ്യഘട്ടത്തിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് ചോദ്യം ചെയ്യാനായി ഇവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് അത് അടിപിടിയിലേക്കും അവസാനം കത്തിക്കുത്തിലേക്കും കലാശിച്ചത്. ഈ കൊല്ലപ്പെട്ടവർ മറ്റു ചില കേസുകളിൽ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതായും പോലീസ് പറയുന്നുണ്ട്. ഗോപി, ശരി. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.